ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലോഡ് ശിവ. നമ്മളിന്ന് കാണാൻ പോകുന്നത് കൈലാസനാഥന്റെ 7ാമത്തെ എപ്പിസോഡാണ്. മുൻ എപ്പിസോഡുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സതിയുടെ കിടപ്പ് കണ്ട് സഹി കിടന്ന ജ്യേഷ്ഠത്തി നേരെ ഭൃഹുമഹർഷിയുടെ അടുത്തേക്ക് വരുന്നു. സതിയെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് അന്യായമാണെന്നൊക്കെ വികാരാതീതയായി സംസാരിക്കും. എന്നാൽ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ സ്വാർത്ഥതയുടെ മുഖംമൂടി മാറ്റുക അന്യർക്ക് എത്ര വലിയ ശിക്ഷയും നൽകാൻ ആർക്കും കഴിയും. പക്ഷേ താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന മകൾക്ക് ഇത്രയും വലിയ ശിക്ഷ നൽകാൻ കഴിയുന്നത് തന്നെയാണ് പ്രജാപതിയുടെ മഹനീയത. വേണമെങ്കിൽ അദ്ദേഹത്തിന് മകൾ ചെയ്ത തെറ്റ് ക്ഷമിക്കാമായിരുന്നു. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ ആർക്കാണ് കഴിയുക എന്നൊക്കെ ഭൃഹുമഹർഷി ചോദിക്കുന്നു. ഇതേസമയം അതിഥിയും കശ്യപ മഹർഷിയും തമ്മിലും ഇതേ വിഷയം സംസാരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം പ്രജാപതിക്ക് ശിവനോടുള്ള വിരോധം തന്നെയാണ്. സതിയെ ശിവനിൽ നിന്ന് അകറ്റാനുള്ള കുതന്ത്രങ്ങൾ സതിയെ ശിവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കശ്യപ മഹർഷി അതിഥിയോട് പറയുന്നു. എന്നാൽ തന്റെ പിതാവ് ഇത്തരം കുതന്ത്രങ്ങൾ ഉപയോഗിക്കുമോ എന്ന സംശയത്തിലാണ് അതിഥി. മഹാദേവനെ അപമാനിക്കാനാണല്ലോ വിഗ്രഹത്തിൽ ശിവലിംഗം സ്ഥാപിക്കാതിരുന്നത്. എന്നിട്ടോ സതീദേവി ദധീചി മഹർഷിയുടെ ആശ്രമത്തിലെത്തുകയും ശിവനെക്കുറിച്ച് അറിയുകയും ചെയ്തു. പ്രായശ്ചിത്തം ചെയ്യുവാനായി സതി ജീവിച്ചിരുന്ന ജീവിതശൈലി മാറ്റി ഇപ്പോൾ ജീവിക്കുന്ന ജീവിതശൈലി സാക്ഷാൽ മഹാദേവന്റെ ജീവിതശൈലിയാണ്. ദക്ഷൻ ഇപ്പോൾ സതിയോട് അവലംബിക്കാൻ ആജ്ഞാപിച്ചിരിക്കുന്ന മാർഗത്തിൽ നിന്ന് സതിക്ക് ഇനിയൊരു തിരിച്ചുവരവ് അസംഭവ്യമാണെന്നും കശ്യപ മഹർഷി പറയുന്നു. അടുത്ത സീനിലെ പ്രജാപതി ദക്ഷൻ തന്റെ നിയമങ്ങൾ മാറ്റി എഴുതുന്ന തിരക്കിലായിരുന്നു. അവിടേക്ക് വരുന്ന പ്രസൂതി മകളുടെ അവസ്ഥയെക്കുറിച്ച് പ്രജാപതിയോട് പറയുന്നു. ചെറുപ്പത്തിൽ സതിക്ക് ചെറിയൊരു അസുഖം വന്നാൽ പോലും അസ്വസ്ഥനാകുന്ന ആളായിരുന്നു ദക്ഷൻ. എന്നാൽ ഇപ്പോൾ ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലും ദക്ഷൻ സതിയോട് ദാക്ഷിണ്യം കാണിക്കാത്തതിൽ പ്രസൂതി അത്ഭുതപ്പെടുന്നു. സതിയുടെ കുട്ടിക്കാലത്ത് അവൾക്കെന്തെങ്കിലും ചെറിയ രോഗങ്ങൾ വന്നാൽ പോലും അടുത്തുനിന്ന് മാറാതിരുന്ന് പരിചരിക്കുന്ന ആളായിരുന്നു പ്രജാപതി. എന്നാൽ ഇത്രയും വലിയ ശിക്ഷ അവൾക്ക് എങ്ങനെ നൽകാൻ കഴിഞ്ഞുവെന്നൊക്കെ പ്രസൂതി ചോദിക്കുന്നതിന് മറുപടിയായി, എന്നാൽ ഇന്ന് അങ്ങനെയല്ല. സതി മൂലം ഇന്ന് താൻ അനുഭവിക്കുന്ന വേദന ഇതിനു മുൻപ് ഒരിക്കലും അവൾ കാരണം അനുഭവിച്ചിട്ടില്ല. സതിയെ എനിക്കെതിരെയുള്ള ആയുധമാക്കുകയാണ്. എന്റെ മകളെ തന്നെ എനിക്കെതിരെ തിരിച്ചിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം ശിവൻ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്റെ പുത്രിയുടെ മേൽ പതിഞ്ഞ ആരോപണങ്ങൾക്ക് ശിവൻ മറുപടി പറഞ്ഞേ മതിയാകൂ. എന്റെ സംഹിത ഉപയോഗിച്ച് ശിവന്റെ ആചാരങ്ങൾക്ക് ചുട്ട മറുപടി കൊടുക്കാൻ പോവുകയാണ്. അതിനായി സതിയുടെ ദേഹത്തെ മുറിപ്പാടുകൾ ഉണങ്ങുന്നതിനു മുൻപ് സംഹിതകൾ മുഴുവൻ മാറ്റിയെഴുതുകയും ശിവന്റെ നാമം തന്നെ മായ്ച്ചു കളയുകയും ചെയ്യുമെന്നൊക്കെ പ്രജാപതി ശപഥം ചെയ്യുന്നത് പോലെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ദേവലോകത്തെ സാക്ഷാൽ മഹാവിഷ്ണുവിനെയാണ്. അദ്ദേഹത്തിനെ കാണാനായി ബ്രഹ്മാവ് എത്തുന്നു. താൻ സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളെയും പരിപാലിക്കാനാണ് മാനസപുത്രനായ ദക്ഷനെ പ്രജാപതിയാക്കിയത്. എന്നാൽ തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം കടമ മറന്ന് പെരുമാറുകയാണിപ്പോൾ ദക്ഷൻ. തന്റെ ഉള്ളിൽ അവശേഷിക്കുന്ന അഹങ്കാരത്തിന്റെ മനുഷ്യരൂപമാണ് ദക്ഷൻ എന്നൊക്കെ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും നാരദരും പ്രത്യക്ഷമാകുന്നു. ദക്ഷന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ, അങ്ങയുടെ അഹങ്കാരമാകുന്ന 5ാമത്തെ ശിരസ് മഹാദേവനല്ലേ ഛേദിച്ചത്? ഇതും മഹാദേവന്റെ മുന്നിൽ എത്തുമെന്നും മഹാവിഷ്ണു പറയുന്നു. അതിനു മറുപടിയായി ബ്രഹ്മാവിന്റെ 5 തലകളിലൊന്നാണ് മഹാദേവൻ ഛേദിച്ചത്. ബാക്കി 4 ഇനിയുമുണ്ട്. എന്നാൽ ദക്ഷന് ആകെ ഒരു ശിരസ് മാത്രമേ ഉള്ളൂവെന്ന് നാരദര് പറയുകയും ചിരിക്കുകയും ചെയ്യുന്നു. ദക്ഷൻ മഹാദേവനോട് ചെയ്യുന്നത് ശരിയല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യത്തിന് മാത്രം അദ്ദേഹത്തെ ശിക്ഷിക്കുന്നത് ഉചിതമാണോ? ഇതൊക്കെ എന്റെ മനസ്സിൽ മാത്രമുള്ള കാര്യമാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ കൈലാസത്തിൽ മഹാദേവൻ ധ്യാനത്തിലാണ്. അദ്ദേഹം ഒരു നിയമങ്ങളും പാലിക്കുന്നില്ല എന്നത് മാത്രവുമല്ല, അദ്ദേഹത്തെ ആരാധിക്കുന്നവരോടും യാതൊരു നിയമവും പാലിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ദക്ഷന്റെ സംഹിതകളിലെ വ്യവസ്ഥകൾ എങ്ങനെ മഹാദേവനെ ബാധിക്കാനാണ്? തന്നെയുമല്ല, അദ്ദേഹം ഒരു വൈരാഗ്യമാണ്. നമ്മുടെ മഹാദേവൻ എന്നും ഇങ്ങനെ വൈരാഗ്യമായി തന്നെ കഴിയുമോ എന്നും മഹാവിഷ്ണുവിനോട് നാരദര് ചോദിക്കുന്നു. അതിനെക്കുറിച്ച് ഞാനും ചിന്തിക്കാതെ അല്ല. പക്ഷെ മഹാദേവന് എല്ലാത്തിനോടുമുള്ള അനാസക്തി പ്രപഞ്ചത്തിനും സജ്ജനങ്ങൾക്കും നല്ലതിനല്ലെന്നും മഹാവിഷ്ണു മറുപടി പറയും. അപ്പോഴേക്കും ലക്ഷ്മി ദേവിയും അവിടെ പ്രത്യക്ഷമാകും. പൂർവ്വകാലത്തിൽ മഹാദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് ലോകത്തിന്റെ ഉന്നമനത്തിനായി ജീവിക്കുമെന്ന്. ദക്ഷപുത്രിയായി ജന്മം കൊണ്ട സതീദേവി തന്നെയാണ് ആ സ്ത്രീ. ഇനി മഹാദേവനും സതീദേവിയും തമ്മിൽ ആകൃഷ്ടരാകേണ്ട താമസം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ ഒന്നായാൽ അവരെ വേർപിരിക്കാൻ ആരാലും സാധ്യമല്ലെന്നും ലക്ഷ്മി ദേവി പറയുന്നു.
ശേഷം കൈലാസത്തിൽ ധ്യാനത്തിലിരിക്കുന്ന മഹാദേവനെ സ്വപ്നം കണ്ടുണരുന്ന സതീദേവിയെയാണ് കാണിക്കുന്നത്. ഉറക്കത്തിൽ നിന്നെണീറ്റ് നോക്കുന്ന സതി ജനലിലൂടെ അങ്ങകലെ കൈലാസ പർവ്വതം നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ ആകാശത്ത് ചന്ദ്രനോട് തൊട്ടടുത്തായി ഒരു അർദ്ധനാരീശ്വര രൂപം അവ്യക്തമായി സതിക്ക് കാണാൻ കഴിയും. ആ രൂപം അങ്ങനെ നൃത്തം ചെയ്യുകയാണ്. താൻ എന്താണ് കാണുന്നതെന്നോ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നോ മനസ്സിലാകാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ആ നൃത്തം നോക്കി നിൽക്കുകയാണ് സതി. പതിയെ ആ അവ്യക്ത രൂപത്തിന്റെ മുഖം തെളിഞ്ഞു വരികയും അതിൽ പകുതി ഭാഗം മഹാദേവന്റെ മുഖം വ്യക്തമാവുകയും ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് 7ാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുകയും ചെയ്യുക. മഹാദേവന്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.